ചേച്ചി ചേച്ചി ഡ്രം കിട്ടിയാ? ഡ്രം കിട്ടിയ ചേച്ചി. അത് എന്തിനിപ്പോ ഈ മഴ സമയത്ത് കൂളർ ഉണ്ടാക്കുന്നത്? മഴ നമുക്ക് മാത്രമേ ഉള്ളൂ, തമിഴ്നാട്ടിലൊക്കെ ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത ചൂടാ. അപ്പം നമ്മുടെ ഒരു കട്ട ഫോളോവർ ഉണ്ട് ചെന്നൈയിൽ, നവീൻ എന്ന് പറഞ്ഞിട്ട്, നവീൻ ആൻ്റണി. അപ്പോൾ അവന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പടിയാ? ரொம்ப சூடா இருக்க. എന്നാ ചെയ്തു കൊടുത്താ. എന്നാ കടവുളെ തമിഴാ, തമിഴ് കൊഞ്ചം കൊഞ്ചം തരും, സെഞ്ചിടും പാത്തുക്ക. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇന്നത്തെ കൂളർ 2 എണ്ണമാണ് നമുക്ക് ഇപ്പോൾ ഓർഡർ വന്നിട്ടുള്ളത്. അത് നമ്മൾ ചെയ്യുന്നത് നവീന് വേണ്ടിയിട്ടും ജാക്സന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിലൊരെണ്ണം നമ്മൾ ചെന്നൈക്കാണ് അയക്കുന്നത്. വേറെ ഒന്നുമില്ല, നമ്മൾ തമിഴ്നാട്ടിലേക്ക് 1-2 എണ്ണം അയച്ചിട്ടുണ്ടായിരുന്നു, ഭോപ്പാലിലേക്കൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ കൂളറിൻ്റെ വീഡിയോ ഒന്നും കൂടി അപ്ലോഡ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ഒത്തിരി ഫ്രണ്ട്സ് മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളൊരു വീഡിയോയും കൂടി ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് കൂട്ടുകാരോട് നല്ലൊരു സന്തോഷമുള്ളൊരു വാർത്ത പറയാനുണ്ട്. വേറെ ഒന്നുമല്ല, ആദ്യമായിട്ട് ഞാൻ കൂളറിന് ഓർഡർ തന്ന് വാങ്ങിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി പറയാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ 72 കൂളർ ഇതുവരെ നമ്മൾ ഇപ്പം 72 എണ്ണം കൊടുത്തു. ഇപ്പോൾ 2 എണ്ണം നമുക്ക് ഒരെണ്ണം തമിഴ്നാട്ടിലേക്ക് വന്നേക്കുകയാണ്. അപ്പോൾ അതാണ് കേട്ടോ ചെയ്യാൻ പോണത്. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ കൂളർ വാങ്ങിച്ച കൂട്ടുകാരോട് നന്ദി പറയണത് വേറെ ഒന്നുമല്ല, നിങ്ങളറിയാണ്ട് ഒരു എന്താ പറയുക, ഒരു പുണ്യപ്രവൃത്തി ചെയ്തേക്കാണ്. വേറെ ഒന്നുമല്ല, എനിക്ക് കൂളർ കിട്ടുന്ന തുച്ഛമായിട്ടുള്ള ചെറിയൊരു ലാഭത്തിൽ നിന്ന് ഞാനതെടുത്ത് വെച്ചിട്ട് ഒരു മോൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഫോൺ വാങ്ങിച്ചു കൊടുത്തു. അതുപോലെ 10 കുട്ടികൾക്ക് നമ്മൾ അത്യാവശ്യം കുറച്ച് പുസ്തകങ്ങളും ബാഗും സാമഗ്രികളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പുണ്യപ്രവൃത്തിയിൽ എൻ്റെ കൂളർ വാങ്ങിച്ച എല്ലാ കൂട്ടുകാരും പങ്കാളികളായേക്കാണ്. അപ്പോൾ ആ സന്തോഷം ഞാൻ എല്ലാ കൂട്ടുകാരും അറിയിക്കുകയാണ് കേട്ടോ. ചെയ്ത കാര്യങ്ങളൊന്നും പറയാനോ അല്ലെങ്കിൽ നിങ്ങളോട് പബ്ലിഷ് ചെയ്യാനോ താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷേ എനിക്ക് വാങ്ങിച്ച നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളറിയാണ്ട് അങ്ങനെ ഒരു പുണ്യപ്രവൃത്തിയിൽ പങ്കാളികളായേക്കാണെന്ന് ഞാൻ സന്തോഷം അറിയിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറയണത്. ഒരിക്കലും നമ്മൾ വലത് കൈ അറിയണത് ഇടത് കൈ അറിയാൻ പാടില്ല. പക്ഷേ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ്. എനിക്ക് കൊഞ്ചം തമിഴ് തരും. സോ വാങ്ങ വീഡിയോ പാക്കലാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, നമുക്ക് ഫാൻ വെക്കാനുള്ള ആ പോർഷനും അതേമാതിരി നമ്മുടെ ഗ്രില്ല് വെക്കാനുള്ള ആ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്കതിനൊരു പെർമനൻ്റ് ആയിട്ടുള്ള, അതേമാതിരി നമ്മൾ സ്വിച്ച് വെക്കണം, അങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ അടയാളപ്പെടുത്തി കട്ട് ചെയ്യും. അപ്പോൾ അതിന് നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു അളവുണ്ട്. അപ്പോൾ അത് വെച്ച് വരച്ചിട്ട് കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സ്വിച്ച് ഘടിപ്പിക്കാനുള്ളത് ഞാൻ ഡബിൾ സ്വിച്ചിൻ്റെ ഈ പാനലുണ്ടല്ലോ, ഇത് വെച്ചിട്ട് ഇതിലാണ് ഞാൻ അളവ് വരച്ചിട്ട് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ ആദ്യം കാണിച്ചു തരാം. ഇതിൽ നമ്മളിങ്ങനെ സ്ക്വയറിൽ അടയാളപ്പെടുത്തി 2 സൈഡും സ്ക്വയറിൽ അടയാളപ്പെടുത്തി. ഫാനിൻ്റെ നമ്മുടെ അളവാണ് ഇട്ടത്. ഇത് നമ്മളെപ്പോഴും വെച്ച് വരയ്ക്കുന്ന പെർമനൻ്റ് ആയിട്ടുള്ള അളവാണ്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ വരച്ചിട്ട് നൈഫ് വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആദ്യം ഇത് ഫ്രണ്ടിലാണ് കേട്ടോ ഞാൻ വയ്ക്കുന്നത്. കണ്ടോ, ഈ ഒരളവ് നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഇത് നമ്മുടെ ഗ്രില്ലിൻ്റെ അളവാണ് കേട്ടോ. നമ്മൾ ഈ 2 പിടുത്തത്തിൻ്റെ നടുഭാഗം കണ്ടിട്ട് ഗ്രില്ലിന് അടയാളപ്പെടുത്താൻ പോവാണ്. എന്നിട്ട് നമ്മൾ ഈ കറക്റ്റ് അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് വരാം. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്ലാസ്റ്റിക് നല്ല കട്ടിയുള്ളത് കൊണ്ട് മുറിഞ്ഞ് വരാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. നല്ല അധ്വാനം വേണം ഇത് മുറിച്ചെടുക്കാൻ കേട്ടോ. കൂട്ടുകാർ നോക്കി, നമ്മൾ 2 ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഭാഗം നമ്മുടെ സ്വിച്ച് വയ്ക്കാനുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഏങ്കറിൻ്റെ സ്വിച്ചാണ് കേട്ടോ നമ്മൾ 2 എണ്ണം എടുത്തിട്ടുള്ളത്. കണ്ടോ, നമ്മുടെ സ്വിച്ചിൻ്റെ ഹോള് കറക്റ്റാണ് കേട്ടോ, പക്ക ഫിറ്റാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് അവിടെ നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഹോളിട്ട് കൊടുത്തിട്ടാണ് ഫിറ്റ് ചെയ്യാൻ പോണത് കേട്ടോ. നമ്മളിതാ ഈ ഇത് വെച്ചിട്ട് പോയിൻ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഈ പോയിൻറ്റിൽ നമ്മൾ ഹോളിട്ട് കൊടുക്കും. അപ്പോൾ കൂട്ടുകാരെ നോക്കിയാൽ നമ്മൾ സ്വിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ നോക്കിയാൽ നമ്മൾ ഫാൻ വയ്ക്കാൻ പോവാണ് കേട്ടോ. ഫാനിൻ്റെ ഇതൊക്കെ ഹോളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫാൻ ഇതിൽ വെച്ച് സെറ്റ് ചെയ്യാൻ പോവാണ്. ഫാൻ നമുക്കിതിൽ സെറ്റ് ചെയ്തിട്ട് ടൈ അടിച്ച് വെക്കണം. അപ്പോൾ അതാണ് കേട്ടോ ചെയ്യാൻ പോണത്. ഇത്തിരി ബുദ്ധിമുട്ടാണ് ഹോളിൽ കൂടെ നമ്മളിങ്ങനെ കടത്തിയെടുക്കുക എന്ന് പറയണത്. അപ്പോൾ കൂട്ടുകാരെ നോക്കി, നമ്മൾ ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫാൻ നമ്മളിതാ ഇങ്ങനെ ടൈ വെച്ച് ഫിറ്റ് ചെയ്ത് കൊടുത്തേക്കാണ്. കൂട്ടുകാരെ നോക്കി, നമ്മുടെ ഗ്രില്ല് ഇതാണ് കേട്ടോ. നമ്മുടെ ഗ്രില്ലിൻ്റെ ഉള്ളിൽ രാമച്ചം വെച്ച് സ്റ്റഫ് ചെയ്തിട്ടുള്ളതാണ് ഇത് നമ്മൾ ഇവിടെ വെച്ച് മറയ്ക്കും. അപ്പോൾ ഇതിൽ കൂടിയാണ് നമുക്ക് വെള്ളം വീണിട്ട് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല സ്മെല്ലുള്ള എയർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതിങ്ങനെ ഉള്ളിൽ കൂടെ വെച്ചിട്ട് എന്നിട്ടാണ് സെറ്റ് ചെയ്യണത്. ഇങ്ങനെയാണ് നമ്മുടെ ഗ്രില്ല് സെറ്റ് ചെയ്യുന്നത്.
ഈ ഹോളിൽ കൂടെ നമ്മൾ കേബിൾ ടൈ ഉണ്ടല്ലോ അതിട്ടിട്ട് ഇതിങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കും. കൂട്ടുകാരെ നോക്കി നമ്മൾ ഗ്രില്ല് ഇതാ സെറ്റ് ചെയ്ത് ടാഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ ഗ്രില്ല് സെറ്റ് ചെയ്തേക്കുന്ന കൂട്ടുകാർക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഞാനിവിടെ PVC പൈപ്പിൻ്റെ ഒരു സെയിം അളവിലുള്ള ഓരോ പീസസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതാ ഇങ്ങനെ ഗ്രില്ല് ജസ്റ്റ് ഒന്ന് ഇതിൽ നിന്ന് നീക്കിയിട്ട് ആ ഒരു ഡിസ്റ്റൻസിലാണ് കേട്ടോ വെച്ചേക്കുന്നത്. പിന്നെ ഇതാ നമ്മുടെ മോട്ടറിൽ ഞാൻ ഗ്രില്ലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ നമ്മുടെ പൈപ്പിൻ്റെ അകത്ത് ഹോളുകൾ ഇട്ടിട്ട് ഗ്രില്ല് സെറ്റ് ചെയ്തേക്കാണ്. ഇനി ഇതാ നമ്മുടെ മോട്ടർ ഇതിലേക്ക് വെച്ചേക്കാണ്. ഈ മോട്ടർ നമ്മളെപ്പോഴും നമ്മുടെ ഈ ഡ്രമ്മിൻ്റെ ഏറ്റവും താഴെയാണ് വെക്കുന്നത്. അത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ വെള്ളം വെച്ച് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മോട്ടറിൻ്റെ മുകളിലായിട്ട് വേണം വെള്ളം നിൽക്കാൻ വേണ്ടിയിട്ട്. വെള്ളം ഇല്ലാണ്ട് ഒരിക്കലും മോട്ടർ വർക്ക് ചെയ്യാൻ പാടില്ല. ഇനി നമ്മൾ ഈ പൈപ്പ് സെറ്റ് ചെയ്തിരിക്കുന്ന ഗ്രില്ലുണ്ടല്ലോ, ഇത് നമ്മൾ നേരത്തെ വെച്ച ഗ്രില്ലിൽ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. നോക്കിക്കോ, ഇതാ ടാഗ് ചെയ്യാണ് കേട്ടോ. നമ്മുടെ കേബിൾ ടൈ വെച്ചിട്ട് നമ്മളിത് ഇതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിത് ആ മോട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ മോട്ടറിൻ്റെയും ഫാനിൻ്റെയും ഒക്കെ വയറിങ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതിൻ്റെ പവർ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് 1.5ൻ്റെ കേബിളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി വയറിങ് കണക്ഷൻ കൊടുക്കാം. ഞാൻ എന്താ വലിയ സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വീട്ടുകാരെ ഇന്നെന്താ അനിയൻകുട്ടനാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഇനി ഇവ കിച്ചണിൽ നല്ല പണിയാണ്, ഇഞ്ചമ്പുളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അനിയനാണ് വീഡിയോ എടുക്കുന്നത്. നമ്മളിതാ കണക്ഷൻ കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കണക്ഷനൊക്കെ കൊടുത്ത് തീരാൻ പോവാണ്. ഇതാ നമ്മൾ പിന്നും സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. നമ്മളിപ്പോൾ ഇതിൽ വെള്ളം നിറയ്ക്കണത് ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാതും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യാൻ പോവാണ് കേട്ടോ. ഫാൻ വർക്കിംഗ് ആണ്, ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മോട്ടർ സ്വിച്ച് ഓൺ ചെയ്യാൻ പോവാണ്. വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട്. ഗ്രില്ലിൽ കൂടെ ഇതാ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഗ്രില്ലിൽ കൂടെ ഇതാ വെള്ളം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഗ്രില്ലിൽ കൂടെ രാമച്ചത്തിൽ കൂടെ വീഴുന്ന ഫ്രഷ് ആയിട്ടുള്ള നല്ല സുഗന്ധമുള്ള എയറാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കൂളർ ഇത് ഓൺ ആയിട്ടിരിക്കുകയാണ്. അയ്യോ, നല്ല തണുത്ത എയറാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാരെ എൻ്റെ അടുത്ത് പറയാം, ഞാൻ ചെയ്തു തരാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഫാനിൻ്റെ പവർ നോക്കിയേ, കണ്ടോ കണ്ടോ, നല്ല പവറുള്ള ഫാനാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് നല്ല കൂളായിട്ടുള്ള എയറാണ് കിട്ടുന്നത്. അപ്പോൾ കൂളർ വേണ്ട എൻ്റെ കൂട്ടുകാർ എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി, ഞാൻ ചെയ്തു തരാം കേട്ടോ. അപ്പം ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് പാട്ട് പാടുന്നത് അച്ചുവിനാണ് കേട്ടോ. കൺകളിരണ്ടാൽ കൺകളിരണ്ടാൽ എന്നെ കട്ടി എഴുത്തായി എഴുത്തായി പോനാതിൽ ചിന്നച്ചിരിപ്പിൽ ഒരു കള്ളസിരിപ്പിൽ എന്നെ തള്ളിവിട്ട് തള്ളിവിട്ട് മൂടി മறைத்தாய். பேச எண்ணி சில நாள் அருகில் வருவே, இன்று பார்வை போதும் என நாள் நினைத்தேன் நகவே நீ மாற்றி. கண்கள் இரண்டால் கண்கள் இரண்டால் என்னை கட்டி எழுத்தாய் எழுத்தாய் போனாதில சின்ன சிரிப்பில் ഒരു കള്ളസിരിപ്പിൽ എന്നെ തള്ളിവിട്ട് തള്ളിവിട്ട് മൂടി മறைத்தாய். അപ്പോൾ അച്ചുപോനീൻ്റെ പേര് എന്തെന്നാന്ന് കുറേ ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട്. മോളുടെ പേര് ജ്യോതിക എന്നാണ്. മോള് പഠിക്കുന്നത് ഇരിഞ്ഞാലക്കുട ബോയ്സ് ഹയർ സെക്കൻഡറിയിൽ +2 വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ +2ലേക്ക് ആയി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴത്തേക്കും ടാറ്റാ.